ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം ഒരു കപ്പ് റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. 4 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. പച്ചരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളമൊക്കെ പൂക്കി വെച്ചതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. 1 കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം. ഇനി കുറച്ചുകൂടെ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പിലും കുറച്ച് കുറവാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഒരുപാട് കൂടി പോകരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പിൽ ബാക്കിയുള്ള വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നോക്കിയിട്ട് ചേർക്കാം വെള്ളം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതിലൊരുപാട് വെജിറ്റബിൾസൊക്കെ വരുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണിത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്കിത് ദോശക്കല്ലിലൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഓയിൽ എല്ലായിടത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ദോശക്കല്ലിൽ ചുടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു സൈഡ് വേവുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്